हरि ओम। ओ सहनाववतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ओम शांति शांति शांति। शान्ताकारं भुजगशयनं पद्मनाभं सुरेशं विश्वाधारं गगनसदृशं मेघवर्णं शुभङ्गं लक्ष्मीकान्तं कमलनयनं योगिहृद्ध्यानगम्यं वन्दे विष्णुं भवभयहरं सर्वलोकैकनाथम्. ഇന്ന് നമ്മൾ 18ഉം 19ഉം ശ്ലോകം വായിക്കാം. വേദ്യോ വൈദ്യ വേദ്യോ വൈദ്യ സദാ യോഗി വീരഃ മാധവോ മധു അതിന്ദ്രിയോ മഹാമായോ മഹോത്സാഹോ മഹാബല മഹാബുദ്ധിർ മഹാവീര്യോ മഹാശക്തിർ മഹാദ്വിതി അനിർദ്ദേശ്യവപു ശ്രീമാൻ അമേയാത്മാ മഹാദ്രിദൃക്. ഇന്നലെ സമയം കുറച്ച് അതിക്രമിച്ചതുകൊണ്ട്, അങ്ങനെയല്ല, ഞാൻ സമയത്തെ അതിക്രമിച്ചതുകൊണ്ട് എന്ന് പറയുന്നതായിരിക്കും ശരി. സദായോഗി എന്ന നാമത്തിൻ്റെ ബന്ധപ്പെട്ട ലളിതാ സഹസ്രനാമത്തിൽ ഉള്ള റെഫറൻസ് പറയാൻ പറ്റിയില്ല. സമയം വൈകി, 41 മിനിറ്റ് ഓൾറെഡി ആയി. അതിപ്പോൾ ഇന്ന് കാലത്ത് അത് ആദ്യം പറഞ്ഞിട്ട് അടുത്ത 166 വീരഹ എന്നുള്ള നാമം നമുക്ക് വ്യാഖ്യാനിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൽ സദായോഗി എന്നാണ് നമ്മൾ നാമം അവിടെ കണ്ടത്, നമ്മുടെ സഹസ്രനാമത്തിൽ. അപ്പോൾ ഇവിടെ അതിൻ്റെ പാരലായിട്ട് കാണുന്നത് 3 നാമങ്ങൾ കാണാനുണ്ട്. കാരണം യോഗി എന്നുള്ള വാക്ക് അത് എല്ലാ ഭഗവാന്മാരും യോഗികളായിട്ടിരിക്കുന്നവരല്ല. ദേവി അതെ, ശിവനും അതെ, എല്ലാവരും അതെ. അപ്പോൾ പരബ്രഹ്മത്തെക്കുറിച്ച്, പരബ്രഹ്മമാണ് ആ സ്വരൂപം എന്ന് പറയുമ്പോൾ യോഗി എന്നുള്ള വാക്ക് വരുമ്പോൾ ആ ശ്ലോകം ചെല്ലുന്നവർക്ക് എത്ര പറഞ്ഞാലും മതിയാവില്ല. ഇവിടെ ലളിതാസഹസ്രനാമത്തിലെ വാഗ്ദേവികൾക്ക് യോഗി എന്നൊന്ന് പറഞ്ഞാൽ മതിയാവില്ല. പല രീതിയിൽ യോഗ 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 എന്ന് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെ വരികയാണ് അവരുടെ വായിന്ന്, വാഗ്ദേവികളല്ലേ. അപ്പോൾ യോഗിനി എന്നുള്ളൊരു വാക്ക് വരുന്നുണ്ട്. യോഗിനി എന്ന് വെച്ചാൽ യോഗത്തോട് കൂടിയവൾ. യോഗത എന്നുള്ളൊരു വാക്ക് വരുന്നുണ്ട്, നാമം വരുന്നുണ്ട്. ആ യോഗത്തെ ദാനം ചെയ്യുന്നവൾ എന്നർത്ഥം. അവനവനുണ്ടായാലേ ദാനം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ യോഗത്തെ ദാനം ചെയ്യുന്നവൾ എന്നർത്ഥം. യോഗ്യ, യോഗത്തെ അർഹിക്കുന്നവൾ എന്നർത്ഥം, വെച്ചാൽ യോഗ്യതയുള്ളവൾ എന്നർത്ഥം, യോഗി എന്നുള്ള അർത്ഥം അങ്ങനെ വരുന്നുണ്ട്. പിന്നെ യോഗാനന്ദ, യോഗമാകുന്ന ആനന്ദത്തിലിരിക്കുന്നവൾ, യോഗത്താൽ ആനന്ദം പ്രാപിക്കുന്നവൾ, അങ്ങനെയുള്ള അർത്ഥം വരുന്നെന്ന് എന്താ പറയുക, 1 2 3 4 നാമങ്ങൾ വരുന്നുണ്ട്. അതെല്ലാം തൊട്ടാണ് ഇനി വരുന്നത്. യോഗിനി, യോഗദ, യോഗ്യ, യോഗാനന്ദ, യുഗന്ധര. യുഗന്ധര എന്നുള്ളത് അർത്ഥം വേറെയാണ്. യുഗത്തെ ധരിക്കുന്നവൾ എന്നാണ് അർത്ഥം. യുഗങ്ങൾ സമയത്തെ ധരിക്കുന്നവൾ അതല്ല. ഇവിടെ 4 യോഗിനി, യോഗദ, യോഗ്യ, യോഗാനന്ദ, യുഗന്ധര. അപ്പോൾ യോഗിനി എന്ന് ഞാൻ പറഞ്ഞു, യോഗത്തോടെ കൂടിയിരിക്കുന്നവൾ യോഗിനി. യോഗദ, യോഗത്തെ ദാനം ചെയ്യുന്നവൾ. യോഗ്യ, യോഗത്തെ അർഹിക്കുന്നവൾ. യോഗാനന്ദ, യോഗാനന്ദമായ ആനന്ദത്തോടുകൂടി ഇരിക്കുന്നവൾ. അപ്പോൾ ഇതൊക്കെ സദായോഗി എന്നുള്ള വാക്കിൻ്റെ മാറിയിട്ടുള്ള നാമങ്ങളാണ്. അപ്പോൾ ഇതൊന്നും ഞാൻ പറയാൻ ഇന്നലെ വിട്ടുപോയി, സോറി. അപ്പോൾ അത് നമുക്കൊന്ന് പറഞ്ഞിട്ട് ഇന്നത്തെ നാമം എടുക്കാമെന്ന് വിചാരിച്ചു. ഇന്നത്തെ നാമം 166 വീരഹ.
വീരഹ എന്നാണ്. വീര എന്നല്ല, വീര എന്നുള്ളതല്ല വാക്കുപെട്ട്. വീരഹ രണ്ടും വ്യത്യാസമുണ്ട്. വീര എന്ന് വെച്ചാൽ വീരൻ, വീരസ്യമുള്ളവൻ, മനസ്സിലായി. വീരഹ എന്ന് വെച്ചാൽ അർത്ഥം മാറി. വീര രാന്ന് കഴിഞ്ഞിട്ട് രണ്ട് കുത്തിട്ട് കഴിഞ്ഞാലാണ് വീര എന്ന് വരിക. ഇവിടെ വീരഹ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വീരാന്ന് കഴിഞ്ഞിട്ട് ഹ എന്നുള്ളതും കൂടിയുണ്ട്. അപ്പോൾ വീരഹ. അപ്പോൾ വീരഹ എന്ന് വെച്ചാൽ വീരന്മാരെ ഹനിക്കുന്നവൻ എന്നർത്ഥം. വീരസ്യം പറഞ്ഞ് നടക്കുന്നവരെ ഹനിക്കുന്നവർ എന്നർത്ഥം. കൊമ്പന്മാരെ കൊമ്പ് കുത്തിക്കുന്നവൻ എന്നർത്ഥം, മനസ്സിലായി. ഇതാണ് അതിൻ്റെ രത്ന ചുരുക്കം. കൊമ്പന്മാരെ കൊമ്പ് കുത്തിക്കുന്നവൻ, അതന്നെ. അതിലും വലിയ വ്യാഖ്യാനം ഇല്ല ആ വാക്കിന്. അപ്പോൾ വീരശൂരന്മാരായ അനേകം രാക്ഷസ ജന്മങ്ങൾക്ക് രാക്ഷസ ജന്മങ്ങൾ ദുർമാർഗം കൈക്കൊണ്ട് സ്വേച്ഛാധിപതികളായി സന്മാർഗികളെ ഹിംസിക്കുമ്പോൾ ഭഗവാൻ ആവശ്യത്തിനനുസരിച്ച്, അതാത് സമയത്ത് ആവശ്യത്തിനനുസരിച്ച് അവശ്യ അനുസരണം ഭഗവാൻ അവതാരം എടുക്കണം. ദശാവതാരങ്ങളായിക്കൊള്ളുന്നില്ല, ഇത്രയും അവതാരമാവും. ഭഗവാൻ എവിടുന്ന് ഇറങ്ങി വരുന്നതൊക്കെ അവതാരമാണ്. ഭഗവാന്റെ പൂർണ്ണ രൂപത്തിൽ ഇറങ്ങി വരാം, സൂക്ഷ്മ രൂപത്തിൽ ഇറങ്ങി വരാം, സ്ഥൂല രൂപത്തിൽ ഇറങ്ങി വരാം, വെറും ആശയമായിട്ട് ഇറങ്ങി വരാം, ചിന്തയായിട്ട് ഇറങ്ങി വരാം, വികാരമായിട്ട് ഇറങ്ങി വരാം, വിചാരമായിട്ട് ഇറങ്ങി വരാം, ഒരു ചുറ്റുപാടുണ്ടാക്കാൻ ചുറ്റുപാടായിട്ട് വരാം. ഏത് രൂപത്തിൽ വേണമെങ്കിൽ ഭഗവാൻ വരാം. ഭഗവാൻ ഈസ് ഫോംലെസ്. ഒരു പ്രത്യേക ഫോം ഇല്ലാത്ത ആളാവേ കാരണം. അപ്പോൾ ആവശ്യത്തിന് അനുസൃതമായ നാമമോ രൂപമോ ചുറ്റുപാടോ സന്ദർഭമോ എന്തൊക്കെയാച്ചാൽ സൃഷ്ടിക്കാൻ ആവശ്യമെങ്കിൽ അത് ഭഗവാന്റെ അവതാരമായിട്ട് വേണ്ട സമയത്ത് എപ്പോഴാണോ വീരസ്യം പറഞ്ഞ് നടക്കുന്ന രാക്ഷസന്മാർ ധാർമ്മികമായി നടക്കുന്നവരെ ഹിംസിക്കുന്നത്, അപ്പോൾ ഇറങ്ങി വന്ന് അവരുടെ വീരസ്യമൊക്കെ നശിപ്പിച്ച് തകർത്ത് തരിപ്പണാക്കുന്ന അർത്ഥം. കേശി, ഹിരണ്യൻ, ഹിരണ്യാക്ഷൻ, കംസൻ, രാവണൻ, അങ്ങനെ നിരവധി രാക്ഷസന്മാരെ നീക്കം ചെയ്തിരിക്കണം ലോകത്തുനിന്ന് പുരാണങ്ങളിൽ, മനസ്സിലായില്ലേ? അപ്പോൾ അതാണ്, ഇവരൊക്കെ വീരന്മാരായിരുന്നു. രാവണൻ്റെ വീരസ്യം എന്തായിരുന്നു അല്ലേ? പ്രകൃതിയൊക്കെ പിടിച്ച് കെട്ടിയ ആളാണ്. സൂര്യനൊന്നും നേർക്കുദിക്കില്ല രാവണൻ്റെ പേടിച്ചിട്ട്. അത്ര ശക്തിവാനായിരുന്നു, അത്ര വീരസ്യമുള്ള ആളായിരുന്നു. കാറ്റൊക്കെ മെല്ലെ ഞാൻ ഒന്ന് വീശിക്കോട്ടെ എന്നൊക്കെ ചോദിച്ചിട്ടേ കാറ്റ് വീശുള്ളൂ, അല്ലാണ്ട് ഈ കൊടുങ്കാറ്റ് പോലെ കാറ്റ് വരുമൊന്നുമില്ല. മന്ദമാരുതനായിട്ട് അതന്നെ ബുദ്ധിമുട്ടാവുകയാണോ അങ്ങക്ക് നമുക്ക് കാറ്റ് കുറച്ച് കൂടുതൽ വീശിയാൽ. അതുപോലെ നദിയുടെ ഒഴുക്ക് അധികം ഒഴുകിയാൽ ദേഷ്യം വരുമോ? ഞാനിരിക്കുന്നിടത്തൊക്കെ ശങ്കിച്ചേ കാറ്റടിച്ചിടൂ, മരത്തിൻ പത്രമിളക പുഴവെള്ളമനങ്ങിടാ. ഒക്കെയാണ് രാവണൻ്റെ ക്വാളിഫിക്കേഷൻസ്. അങ്ങനെ വീരസ്യം അടിച്ചു നടന്നിരുന്ന രാവണൻ ഉപദ്രവിയായി മാറിയപ്പോൾ അവതാരമെടുത്ത് വീരസ്യം കിട്ടും. കംസനതാ വെച്ചത്, ഹിരണ്യാക്ഷനതാ വെച്ചത്, ഹിരണ്യനതാ വെച്ചത്, കേശിക്കതാ വെച്ചത്. എല്ലാ രാക്ഷസന്മാരും നിഗ്രഹിക്കാനുള്ള കാരണം അവരവരുടെ വീരസ്യം പറഞ്ഞിങ്ങനെ ജനങ്ങളെ ഹിംസിക്കുക. അപ്പോൾ ലോകത്തിൻ്റെ സന്തുലിതാവസ്ഥ തെറ്റുമ്പോൾ, അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ ഈക്വിലിബ്രിയം, അതാണ് കറക്റ്റ് വാക്ക്, ഈക്വിലിബ്രിയം തെറ്റുമ്പോൾ, നഷ്ടപ്പെടുമ്പോൾ, സന്തുലിത അവസ്ഥ അല്ലാതെ വരുമ്പോൾ, നിലനിൽപ്പ് തെറ്റുമ്പോൾ, ചുറ്റുപാടുമുള്ള വ്യക്തികളിൽ നിന്നൊരു വ്യക്തിയോ സംഭവമോ സ്വയം ആവിർഭവിക്കുന്നു നമ്മുടെ സിസ്റ്റത്തിൽ തന്നെ. അങ്ങനെ ഉണ്ടാവും. ഒരു വിവേകാനന്ദൻ വരേണ്ട സമയത്ത് വിവേകാനന്ദൻ വരും, ഒരു വ്യാസൻ വരേണ്ട സമയത്ത് ഒരു വ്യാസൻ വരും, ഒരു ശങ്കരാചാര്യർ വരേണ്ട സമയത്ത് ശങ്കരാചാര്യർ വരും, ഒരു ചട്ടമ്പസ്വാമി വരുന്ന കാര്യത്തിൽ ചട്ടമ്പസ്വാമി വരും, ഒരു നാരായണഗുരു വരുന്ന കാര്യത്തിൽ നാരായണഗുരു വരും, ഒരു ചിന്മയാനന്ദജി വരുന്ന കാര്യത്തിൽ ഒരു ചിന്മയാനന്ദജി വരും. അപ്പം അപ്പോഴത്തെ ലോക്കൽ നീഡ് അനുസരിച്ച്, അപ്പോഴത്തെ ലോകത്തിലുള്ള ചുറ്റുപാടനുസരിച്ച് എന്താണോ വേണ്ടത് അതിനുള്ള അവതരണം ആ സമയത്ത് ഉണ്ടാവും. അതെപ്പോൾ? when the equilibrium of the world is lost, is imbalanced.
സന്തുലിത അവസ്ഥ, ബാലൻസ് തെറ്റി കാലുമ്പിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഇങ്ങനെ കുലുങ്ങിയിരിക്കുന്ന സമയമാണെന്നുണ്ടെങ്കിൽ ആ ഈക്വിലിബ്രിയം റീ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ, ധർമ്മത്തിനെ റീ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സംഭവാമി യുഗേ യുഗേ. അതൊരു ബിൽറ്റ് ഇൻ സിസ്റ്റമാണ് നമ്മുടെ, അതൊരു വ്യവസ്ഥയാണ്, ഭഗവാന്റെ വ്യവസ്ഥയാണ് അത്. അത് കോൺഷ്യസ് ആയിട്ട് ഭഗവാൻ ഇരുന്ന് ആലോചിക്കൊന്നും വേണ്ട. ആ സമയത്ത് അദ്ദേഹത്തിന് ഒരു പൊന്തി വരുന്ന എന്താണ് ചുറ്റുപാട് ആവശ്യിച്ചാൽ അത് തന്നെത്താൻ വരും. ഇറ്റ്സ് എൻ ഇൻബിൽറ്റ് മെക്കാനിസം. അലാം സിഗ്നലൊക്കെ ഇല്ല, ഓട്ടോമാറ്റിക്കായിട്ട് ഗേറ്റിലും എല്ലാവരും ഇങ്ങോട്ട് വന്നാൽ അപ്പം ബഹളം കൂട്ടും. അങ്ങനെയുള്ളൊരു ഇൻബിൽറ്റ് സിസ്റ്റമാണ് ഭഗവാന്റെ മെക്കാനിസം ലോകത്തിൽ ധർമ്മത്തിനെ നിലനിർത്താനായിട്ട്, ഫോർ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ധർമ്മ. അന്തർലീനമായിട്ടുള്ളൊരു വ്യവസ്ഥയാണത്, ഇൻബിൽറ്റ് മെക്കാനിസം ടു സസ്റ്റെയിൻ ദി എക്വിലിബ്രിയം. അതാണ് എൻ്റെ ഈ ലോകത്തിലെ വ്യവസ്ഥയായാലും ശരി, വ്യക്തികളുടെ വ്യവസ്ഥയായാലും ശരി, സംഭവിക്കേണ്ടത് തന്നെയാണ്. മൈക്രോകോസം ആൻഡ് മാക്രോകോസം, വ്യഷ്ടി സമഷ്ടി. ലോകത്തിൽ സന്തുലിതാവസ്ഥ മാറിയിട്ട് ആകെ താളം തെറ്റണ രീതിയിലാണ് പോണത്. ധർമ്മത്തിനൊന്നും ഒരു സ്ഥാനമില്ല. എന്തെവിടെ ചെന്ന് നോക്കിയാലും അധർമ്മമാണ് എന്നുള്ളൊരു അവസ്ഥ ലോകത്തിൽ വന്നു കഴിഞ്ഞാൽ, ലോകത്തിൽ നിന്ന് എങ്ങനെയോ ഒരു അവതാരം പൊട്ടിപ്പുറപ്പെട്ട് അതിനെ ശരിയാക്കി സന്തുലിതാവസ്ഥ റീറ്റെയിൻ ചെയ്ത് ധർമ്മത്തിനെ റീ എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള ഒരു മെക്കാനിസം എങ്ങനെയാണോ ഈ ലോകത്തിലുള്ളത്, പ്രപഞ്ചത്തിലുള്ളത്, അതേപോലെ വ്യഷ്ടി നമ്മളുടെ ശരീരത്തിലും നമ്മളുടെ പേഴ്സണാലിറ്റിയിലും അതേപോലെ എപ്പോഴാണോ നമ്മൾക്ക് ജീവിക്കാൻ ദുസ്സഹമായിട്ട് തോന്നുന്നത്, ധാർമ്മികമായിട്ടുള്ള ജീവിതം മുന്നോട്ട് പോകാൻ ദുസ്സഹമായിട്ട് തോന്നുന്നത്, അപ്പോൾ എന്തെങ്കിലും ഒരു സംഭവം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാവും. അല്ലെങ്കിൽ ഒരു വ്യക്തി വന്ന് സഹായിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചുറ്റുപാട്, ഒരു സന്ദർഭം നമുക്ക് അവിചാരിതമായിട്ട് നമ്മളെ സഹായിക്കാൻ അവിടെ എത്തും. അത് എത്താണ്ട് പറ്റില്ല, പക്ഷെ കണ്ടീഷൻ ഫുൾഫിൽ ചെയ്യണം. ധർമ്മമായിട്ട് നടക്കാൻ പറ്റാത്തൊരവസ്ഥ വന്ന് ത്യാഗം അനുഭവിക്കണം. ധർമ്മമാർഗം കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല ഭഗവാനെ, അതുകൊണ്ട് എനിക്ക് അർഹതമായിട്ട് കിട്ടേണ്ടത് ഞാനിത് എനിക്ക് ത്യജിക്കേണ്ടി വരുന്നു, ബുദ്ധിമുട്ട് വരുന്നു, എനിക്ക് എൻ്റെ കുടുംബത്തിനെ നോക്കാൻ പറ്റുന്നില്ല, എൻ്റെ ഫാമിലിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല, എൻ്റെ ധർമ്മം എനിക്ക് നിർവഹിക്കാൻ പറ്റുന്നില്ല എന്നുള്ള സിറ്റുവേഷൻ വരണം. എവിടെ ചെന്നാലും ബുദ്ധിമുട്ടുന്ന, ധർമ്മമാർഗത്തിലൂടെ ജീവിക്കാൻ തീരെ പറ്റാത്തൊരു സന്ദർഭം വന്നാൽ അതാണ് കണ്ടീഷൻ. നോക്കുള്ളൂ, 99% ആൾക്കാർക്കും അധർമ്മമാർഗം സ്വീകരിക്കും. ജീവിത മൂല്യങ്ങൾ നാം ഉയർത്തിപ്പിടിച്ച് നമ്മൾ പ്രമാണമാക്കി കൊണ്ടു നടത്തേണ്ട മൂല്യങ്ങൾ ഒരു ക്ഷണം കൊണ്ട് ത്യജിക്കും. നമ്മൾ 99% ആൾക്കാർ ബുദ്ധിമുട്ടി രക്ഷയില്ല, ധർമ്മികമായിട്ടുള്ള മാർഗത്തോടെ എനിക്ക് നടക്കാൻ പറ്റില്ല, അധർമ്മം ചെയ്താലേ എനിക്ക് ഈ കാര്യം സക്സീഡ് ആവുള്ളൂ, എൻ്റെ കുട്ടി ജയിക്കണമെങ്കിൽ ഞാൻ ഇത് ചെയ്യണം, എൻ്റെ മകളുടെ കല്യാണം കഴിക്കണമെങ്കിൽ ഞാൻ ഇത് ചെയ്യണം, എൻ്റെ പ്രൊമോഷൻ കിട്ടണമെങ്കിൽ ഞാൻ ഇത് ചെയ്യണം, ഇതൊക്കെ അധർമ്മമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അധർമ്മമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് കിട്ടുന്ന ഫലം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് നിൽക്കുന്ന, ദേവരെ പറഞ്ഞ് നിന്ന ആൾക്കാർ 99% ആൾക്കാർ സഹിക്കാൻ വയ്യാണ്ട് ആയാൽ എന്തെന്നെ വന്നാലും കേളം കുലുങ്ങില്ല എന്ന് പറഞ്ഞ് നിൽക്കൽ പതിവില്ല. എല്ലാവരും എന്ത് വെച്ചും ആ ധർമ്മമാർഗത്തിലേക്ക് അങ്ങോട്ട് പോകും. സാരില്ല, എന്നൊക്കെ എന്താ ചെയ്യുക, ഇങ്ങനെയൊക്കെ ജീവിക്കണ്ടേ. അവിടെയാണ് നമ്മുടെ പെശക് വരുന്നത്, അവിടെയാണ് ടേണിംഗ് പോയിന്റ്. ഓൾമോസ്റ്റ് വിന്നിങ് പോയിന്റിൽ എത്തുമ്പോൾ നമ്മൾ ട്രാക്ക് മാറ്റണം. 2 സെക്കൻഡ് കൂടി കഴിഞ്ഞാൽ അവിടെ ഭഗവാൻ പ്രത്യക്ഷപ്പെടുന്നുള്ളതാണ്. ഒരു സ്പ്ലിറ്റ് സെക്കൻഡ് നമ്മളൊന്നും ആലോചിച്ചിരുന്നാൽ മതി. അങ്ങനെ വരില്ല, എന്നെ അങ്ങനെ തകരാറിലാക്കില്ല ഭഗവാൻ, വളയ്ക്കുള്ളൂ, ഒട്ടിക്കില്ല. ഓൺലി ബെൻഡ് ഓഫ് ദ റോഡ്, നോട്ട് എൻഡ് ഓഫ് ദ റോഡ് എന്നുള്ള ധൈര്യം വിടാതെ മനസ്സിൽ ഇരിക്കുന്ന ധീരന്മാർ വല്ലവരും ഉണ്ടെങ്കിൽ അവരുടെ മുമ്പിൽ ഭഗവാൻ മുട്ടുകുത്തി അവതരിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അനുഭവമാണ്, എല്ലാവർക്കും അനുഭവപ്പെട്ട കാര്യങ്ങളാവും. പക്ഷേ നമ്മളതിന് നിൽക്കില്ല. ആ വിന്നിങ്, ആ ഫ്ലാഷ് പോയിന്റിലേക്ക് നമ്മൾ എത്തുമ്പോഴേക്കും ഗതി മാറും, ട്രാക്ക് മാറ്റി ഓടും. അപ്പോൾ അധർമ്മത്തിൽ കൂടെ പോകും. എന്നിട്ടോ
ഇവന് വളരെ ബുദ്ധിമുട്ടാണ്, കുറേ എന്നെ വിളിക്കണം, ഒന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞ് ഭഗവാൻ വരും. ഭഗവാൻ വരുന്ന ഏതും ഈ ട്രാക്കിലൂടെ, ഈ ധർമ്മത്തിൻ്റെ ട്രാക്കിലൂടെ ഭഗവാൻ വരിക. ധർമ്മത്തിൻ്റെ ട്രാക്കിലൂടെ ഭഗവാൻ നോക്കുമ്പോൾ നമ്മളവിടെ കാണില്ല, അവിടെ ആരുമില്ല. ഉച്ചക്കിതാ അധർമ്മിക് ട്രാക്കിലൂടെ ഓടണു, അങ്ങോട്ട് ഭഗവാൻ കിടക്കൂല. അധർമ്മത്തിൽ പോയിട്ട് കാര്യം ജയിക്കാൻ തന്നെ ജയിച്ചോട്ടെ, ഞാൻ എന്തിനാ വെറുതെ ബുദ്ധിമുട്ടത്? ധർമ്മത്തിൻ്റെ ട്രാക്കിലൂടെ നടന്ന് അവന് ജീവിതം ദുസ്സഹമായി തീരുകയാണെന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ ഞാൻ തീർച്ചയായിട്ടും എത്തും. പക്ഷെ ഞാൻ വന്ന് നോക്കുമ്പോഴേക്കും അവൻ ട്രാക്ക് മാറിപ്പോയി, എന്ത് ചെയ്യും? അതുവരെ ഞാൻ യദ്യദാചരതി ശ്രേഷ്ഠ തത്ര ദേവേതരോ ജന എന്നുള്ളതൊക്കെ നിയമമൊക്കെ പഠിച്ച് ഞാൻ ശ്രേഷ്ഠനാണ്, എന്നെ കണ്ടിട്ടാണ് കുട്ടികൾ പഠിക്കുക എന്നൊക്കെ ന്യായവും വീരസ്യമൊക്കെ അടിച്ചവർ ആ സമയം അങ്ങോട്ട് വരുമ്പോൾ അപ്പം ട്രാക്കാ മാറും. എന്ത് തന്നെ വന്നാലും ഞാൻ ട്രാക്ക് മാറില്ല എന്ന് ദൃഢനിശ്ചയത്തോടു കൂടി ആരാണ് നിൽക്കുന്നത്? അനന്യചിന്തയന്തോ മാം. വേറെ ചിന്തയില്ല എനിക്ക്, വേറൊരു മാർഗത്തുകൂടെ പോകാന്നുള്ള ചിന്തയിലേ ആ വഴി നോട്ട് അറ്റ് ഓൾ. ഇതിൽ കൂടെ പോയിട്ട് കിട്ടിയത് കിട്ടിയാൽ മതി. ലവസേ നിച്ച കർമ്മോപാത്തം, അതുകൊണ്ട് ഞാൻ മനസ്സിനെ തൃപ്തിപ്പെടുത്തിക്കോളാം എന്ന് വിചാരിക്കാനുള്ളൊരു സഹനശക്തിയും ദൃഢവിശ്വാസവും നമ്മളുടെ മനസ്സിലുണ്ടെങ്കിൽ ഈ പറഞ്ഞ മെക്കാനിസം തീർച്ചയായിട്ടും വർക്ക് ചെയ്യും. പക്ഷെ നമ്മളെന്താ, ഭഗവാൻ വരുമ്പോഴേക്കും നമ്മൾ പോവിടുന്നു. നമ്മുടെ ട്രാക്ക്, നമ്മുടെ വണ്ടി വേറെ ട്രാക്കിലൂടെ പോയിട്ടുണ്ടാവും. ഭഗവാൻ ഇങ്ങനെ നോക്കുമ്പോൾ ആ വണ്ടിയുടെ എൻഡിൽ കാണാം LV എന്ന് എഴുതിയിട്ടൊരു ബോർഡ് എഴുതിയിട്ട് പോണത്, ലാസ്റ്റ് LV. ലേശം വൈകി അല്ലേ ഭഗവാനേ, കുറച്ച് നേരത്തെ വരണ്ട ഭഗവാന്, ഉച്ചക്ക് വൈകി വന്നാൽ അങ്ങനെയൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ LV എന്ന്. ലേശം വൈകി ഭഗവാൻ വരാൻ. അങ്ങനെ വിചാരിച്ചാൽ ലേശം വേഗനേ ഉള്ളൂ, ഭഗവാൻ വരില്ല. ഭഗവാൻ എപ്പോഴും നമ്മളെ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇറ്റ് ഈസ് എ സീരീസ് ഓഫ് എക്സ്പെരിമെൻറ്റ്, സീരീസ് ഓഫ് ടെസ്റ്റ്. നമ്മൾ നിത്യം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടെസ്റ്റാണ് ഭഗവാന്റെ. എല്ലാത്തിലും ജയിക്കണം, നമ്മൾ ജയിക്കണം. ജയിക്കുന്നുള്ള കാര്യം ഉറപ്പല്ല, പിന്നെന്താ ശ്രമിച്ചാൽ. അതാണ് പ്രശ്നം. ധർമ്മപാതയിൽ ഭഗവാൻ വന്ന് നമ്മളെ സഹായിക്കാൻ നോക്കുമ്പോൾ നമ്മളാരും ആ പാതയിൽ ഉണ്ടാവില്ല, ഒക്കെ ആ ധർമ്മപാതയിൽ കൂടെ ഓടണമാണ്. ഇപ്പം ഞാൻ എന്താ ചെയ്യുക എന്ന് ഭഗവാനെ വിടും. മനസ്സിലായോ? നേരെ മറിച്ച് എന്തു തന്നെ വന്നാലും അധർമ്മപാതയിൽ ഞാൻ സഞ്ചാരം എനിക്ക് വേണ്ടേ വേണ്ട എന്നൊരു ദൃഢനിശ്ചയത്തോടു കൂടി ആ ഒരു ജീവിത ശൈലി നമ്മൾ കൈവരിച്ച് ഒരു ഇൻബിൽട്ട് സഹായം നമ്മെ തേടി എത്തുന്നുള്ളത് സംശയമില്ല. നമ്മുടെ ഉള്ളിൽ തന്നെ തന്നെത്താൻ അത് വരും. അപ്പോൾ വേവോളം നമ്മൾ നിന്നു, ഇനിയിപ്പോൾ 6ഓളം നിന്നൂടെ? അത് ചെയ്യില്ല നമ്മൾ. ടെപ്പത്തുനിന്ന് എടുക്കുമ്പോഴേക്കും വാരി അതിൻ്റെ ഉള്ളിൽ കൈയിട്ട് വാരി കൈയൊക്കെ പൊള്ളിച്ച് ധൃതിയാണ്, എല്ലാം ധൃതിയാണ്. നമുക്ക് ഫ്ലാഷ് പോയിന്റിലെത്തുന്ന എന്തിന് ഈ ഒരു ബസ് കയറുന്ന തിരക്ക് നോക്കൂ, എല്ലാവർക്കും അതിൽ സ്ഥലമുണ്ട്. ആ കയറുന്ന കയറ്റം നോക്കൂ ആൾക്കാർ. ഒരു ട്രെയിൻ വന്നാൽ അതിൽ കയറണം നോക്കൂ, ട്രെയിനിന് ഇറങ്ങണം നോക്കൂ, ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങണം നോക്കൂ. കയറുമ്പോൾ പിന്നെ ക്യൂ നിയന്ത്രണമുള്ള കാരണം നിർത്തിയില്ല ആർക്കും കട്ട് ചെയ്ത് പോകാൻ. ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങുമ്പോൾ നോക്കൂ, ട്രെയിനിൽ നിന്ന് ഇറങ്ങുമ്പോൾ നോക്കൂ, എന്താണ് 50-60 ആൾക്കാർ എന്ന ഡോറിൻ്റെ മുമ്പിൽ നിൽക്കുന്നുണ്ടാവും. ആർക്കും എന്നിട്ട് എല്ലാം ഡിലേ ആവുക എന്നല്ലാതെ മര്യാദയ്ക്ക് ഓരോരുത്തരായിട്ട് പോയി എല്ലാവർക്കും ഇറങ്ങാം. അതൊക്കെ കഴിഞ്ഞിട്ട് അവരവിടുന്ന് പോവുള്ളൂ. ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളോട്. എനിക്ക് ആദ്യം പോകണം, മനസ്സിലായില്ലേ? അവിടെയാണ് നമുക്ക് തെറ്റുപറ്റുന്നത്. അവിടെയാണ് നമ്മൾ ആറാൻ കാത്തു നിൽക്കുന്നില്ല. വേവണ വരെ മിണ്ടാണ്ടിരുന്നു, എന്നാൽ പിന്നെ 6 വരെ നിന്നൂടെ 2 മിനിറ്റ്. ഇനഫ് ഇസ് ഇനഫ്. ഇനി എനിക്ക് വെയിറ്റ് ചെയ്യാനേ പറ്റില്ല. ഐ കനോട്ട് വെയിറ്റ്. ഭഗവാൻ വന്നാലും കായ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഞാൻ പഴുക്കിടും. ഭഗവാൻ വന്നാലും വന്നില്ലെങ്കിൽ ഐ ഡോണ്ട് കെയർ. എനിക്കെൻ്റെ കാര്യം നടക്കണം. റൈറ്റ്, പൊക്കോ. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണേ, ഈ ക്ഷമയ്ക്കുള്ള പാരിതോഷികം ചില്ലറയല്ല ഭഗവാൻ തരുന്ന പാരിതോഷികം. നമുക്ക് സ്വപ്നത്തിൽ വിചാരിക്കാൻ പറ്റാത്ത പാരിതോഷികവും ക്ഷമ എന്നുള്ളൊരു ശീലം നമ്മൾ ജീവിതത്തിൽ ആചരിച്ചാൽ അതിന് കിട്ടുന്ന ബോണസ് ഉണ്ടല്ലോ, അത് നിസ്സാരമല്ല.
ഒന്ന് ശ്രമിച്ചു നോക്കൂ. നമ്മളുടെ ബുദ്ധിമുട്ടിൽ നിന്ന് കരകയറ്റാനുള്ള അവതാര മുഹൂർത്തം നിശ്ചയിക്കുന്നത് നമ്മളല്ലല്ലോ. ഭഗവാൻ ഇപ്പം ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വാസത്തേക്ക് വരാതിരിക്കുകയല്ലല്ലോ ഭഗവാൻ. ആ സമയം നിശ്ചയിക്കുന്നത് ഭഗവാനല്ലേ. കർത്തൃ ആജ്ഞയാ പ്രാപ്യതേ ഫലം എന്നല്ലേ പറഞ്ഞു. കർത്താവിൻ്റെ ആജ്ഞ വേണ്ട, അദ്ദേഹത്തിൻ്റെ ആജ്ഞ ഉണ്ടെങ്കിലേ വരാൻ പറ്റുള്ളൂ. ആ വേണ്ട സമയത്ത് വരും, വൈകില്ല ഭഗവാൻ. കാരണം ഒരു കാര്യം നമ്മൾ ഓർത്തിട്ടുണ്ടോ? അമോഘ എന്നുള്ളൊരു നാമം നമ്മൾ പഠിച്ചിട്ടില്ലേ? അമോഘ. ഇപ്പം തന്നെ ഈ 2-4 ദിവസം മുമ്പ് അമോഘ. അമോഘ എന്താ അർത്ഥം? എല്ലാ പ്രവൃത്തിയും ഫലപ്രദമാക്കുന്നവൻ. അതല്ല അമോഘ എന്ന് വെച്ചാൽ അർത്ഥം. ഭഗവാന്റെ ഒരു പ്രവൃത്തി നിഷ്ഫലമാവില്ല. അപ്പം ഭഗവാൻ നമ്മളെ സഹായിക്കാൻ വന്നാൽ ആ വരവ് നിഷ്ഫലമാവില്ല. നമ്മളെ സഹായിച്ചിട്ടേ ഭഗവാൻ പോവൂ. പക്ഷേ നമ്മൾ ഈ അധാർമിക മാർഗത്തു കൂടെ നടക്കുകയാണെന്ന് ഭഗവാൻ അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ വിചാരിക്കും പിന്നെ ഞാൻ തന്നെ പോണ. പക്ഷെ അതേ സമയത്ത് നമ്മൾ ആ ധാർമ്മികമായിട്ടുള്ള മാർഗത്തിലൂടെ കുറച്ചും കൂടി ആ ഫ്ലാഷിംഗ് പോയിന്റ് എത്തുന്നത് വരെ ഒന്ന് ആറണ വരെ കാത്തിരുന്നാൽ ഭഗവാൻ ഇറങ്ങി വരും. കാരണം ഭഗവാൻ ചെയ്യുന്ന കർമ്മം നിഷ്ഫലമായി പോരുത്. നിങ്ങളീ ധർമ്മപാത്ത് വിട്ടിട്ട് അധർമ്മപാത്തിൽ പോയി കഴിഞ്ഞാൽ ഭഗവാൻ ഇവിടെ വന്നു എന്ന് വിചാരിക്കുക. ഭഗവാൻ വന്നത് വെറുതെ ആവില്ലേ? അങ്ങനെ വെറുതെ ആക്കില്ലേ ഭഗവാൻ. അപ്പോൾ നിങ്ങളിവിടെ ഉണ്ടെന്ന് നോക്കി തിട്ടപ്പെടുത്തി തീർച്ചയാക്കി കൺഫർമേഷൻ കിട്ടിയിട്ടൊക്കെ താഴത്തേക്ക് ഇറങ്ങി വരുള്ളൂ. അല്ലെങ്കിൽ അവതാരത്തിൻ്റെ ഫലം ഇല്ലാണ്ടായി പോവില്ലേ? ഭഗവാന്റെ കർമ്മങ്ങളൊന്നും നിഷ്ഫലമായി പോവില്ല. അമോഘ എന്നുള്ള നാമല്ലേ. അപ്പോൾ ഏത് സമയത്താണ് അവതാരം വരേണ്ടതെന്ന് ഫലം എടുക്കേണ്ട സമയം നമ്മളല്ല തീരുമാനിക്കേണ്ടത്, ഭഗവാനെ തീരുമാനിക്കേണ്ടത്. അത് ഭഗവാൻ തീരുമാനിച്ചോളൂ. അതങ്ങോട്ട് വിട്ടുകൊടുക്കൂ. പിന്നെ ഭഗവാനെക്കാട്ടിലും കൂടുതൽ അറിവ് എനിക്കുണ്ടേ എന്ന് വിചാരിക്കുകയാണെങ്കിൽ ഭഗവാൻ ഓക്കെ ആയിക്കോട്ടെ എന്നാ പൊക്കോളൂ എന്ന് പറഞ്ഞ് വിടുകയുള്ളൂ. ഇടപെടില്ല. ഓഹോ അങ്ങനെയാ, ആയിക്കോട്ടെ അങ്ങടെ വഴിക്ക് പൊക്കോളൂ, എനിക്ക് കുഴപ്പമില്ല, ഞാൻ നിർബന്ധിക്കുന്നില്ല കൂടെ വരാൻ. പലവർക്കും അങ്ങനെ ഒരു വിചാരമുണ്ടേ. ഭഗവാന് വളരെ പരിമിതമായിട്ടുള്ള അറിവുള്ളൂ. എനിക്കങ്ങനെയൊന്നുമല്ല. എനിക്ക് ലോകപരിചയമുണ്ട്. ഭഗവാൻ എന്താ പരിചയമുള്ളത്? ആ ദ്വാരകയിലും എന്താ പറയുക അമ്പാടിനെ കൊടുന്ന് കളിച്ചിട്ടുണ്ടെന്നല്ലാണ്ട് ഭഗവാൻ എവിടെ ലോകം കണ്ടേക്കണം? ശ്രീരാമൻ എവിടെ ലോകം കണ്ടേക്കണം? ഒരു 10-14 കൊല്ലം കാട്ടിലിരുന്നു. അല്ലാണ്ട് ഇപ്പം എന്ത് ലോകം അവർ കണ്ടിരിക്കണം? പ്രാക്ടിക്കൽ ജീവിതം അനുഭവിക്കണ്ടേ അവരൊക്കെ? എന്നല്ലേ അവർക്ക് അറിയില്ലോ. ആ പ്രായോഗികമായിട്ടുള്ള ജീവിതം നമ്മൾ ഗൃഹസ്ഥന്മാരാണ് നയിക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം അതിൻ്റെ ചൂട് എന്ന് വിചാരിക്കുന്ന ആൾക്കാരോട് ഭഗവാൻ ഇടപെടാൻ വരില്ല. നിങ്ങളായി നിങ്ങളുടെ പാടായി അപ്പാ ഇനി വിട്ടല്ലേ. വിളിക്കണം എന്നാലേ വരൂ. യു വിൽ നെവർ കം വിത്തൗട്ട് എൻ ഇൻവിറ്റേഷൻ. ക്ഷണമില്ലാണ്ട് വരണ പരിപാടിയില്ല. അത് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറാണ്. അങ്ങേയറ്റം വിളിക്കണം. വിളി അവിടെ കേൾക്കണം. ഒരു പക്ക ജെന്റിൽമാനാണ്, മനസ്സിലായോ? വിളിക്കാണ്ട് വരില്ല, ആവശ്യമില്ലാണ്ട് വരില്ല. ക്ഷണിക്കാത്ത സദ്യക്ക് ഉണ്ണാൻ പോവില്ല അദ്ദേഹം. വിളിക്കന്നെ വേണം. അതുകൊണ്ട് വിളിയോട് വിളി, സദാ സ്മരണ, നാമസ്മരണ, സദാ നാമസ്മരണ. എനിക്കൊന്നിനും കഴിയില്ല ഭഗവാനേ എന്നുള്ള ഭാവം ആ നാമത്തിലൂടെ പുറത്തു വരണം. എനിക്ക് വേറെ ആരുമില്ല. തസ്മാത് കാരുണ്യഭാവേന രക്ഷ രക്ഷ മഹാപ്രഭോ. ആ ഒരു ഭാവം മനസ്സിൽ വന്നു കഴിഞ്ഞാൽ, ആ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മളുടെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ എന്താ അവിടെ സംഭവിക്കണേ? നമ്മളിലുള്ള അഹങ്കാരം, വീരസ്യം ഇതൊക്കെ നശിക്കും. ഇതൊക്കെ നശിച്ചാലല്ലേ അങ്ങനെ പറയുള്ളൂ. അപ്പം അങ്ങനെ നശിപ്പിച്ച് നിങ്ങളുടെ ഉള്ളിൽ കയറി കിടക്കാനുള്ള പ്രയത്നമാണ് ഭഗവാൻ ചെയ്യണം. ഒന്ന് കോപ്പറേറ്റ് ചെയ്യൂ. നിങ്ങളുടെ അഹങ്കാരത്തിനെയും വീരസ്യത്തിനെയൊക്കെ നശിച്ചാലേ ഭഗവാൻ ഇങ്ങോട്ട് കിടക്കാൻ പറ്റുള്ളൂ. അപ്പം ഈ വക ദുർവാസനകളൊക്കെ ഒന്ന് പിഴുതെടുത്ത് അവിടെയൊക്കെ ഒന്ന് ചാണം തളിച്ച് ഒരു കുരുത്തോലൊക്കെ കെട്ടി വാഴയൊക്കെ കെട്ടി ഒന്ന് ശുദ്ധീകരിച്ച്, ആ സ്ഥലമൊക്കെ ഒന്ന് ശുദ്ധീകരിച്ച് ഒരു ഇരിപ്പിടമൊക്കെ ഭഗവാന് കൊടുത്ത്
അവിടെ ഒന്നിരിക്കോ ഭഗവാനെ. ഇത് ഭഗവാൻ തന്നെയാണ് നിങ്ങളെ പ്രേരിപ്പിക്കുന്നത്. എന്തിനാ? വീരഹ, നിങ്ങളുടെ വീരസത്തിനെ നശിപ്പിക്കാൻ, നിങ്ങളുടെ അഹങ്കാരത്തിനെ നശിപ്പിക്കാൻ. ഇപ്പം പ്രപഞ്ചത്തിൽ മാത്രമുള്ള രാക്ഷസന്മാരുടെ അഹങ്കാരമല്ല, നിങ്ങളുടെ ഉള്ളിലുള്ള കാമക്രോധ ലോപമോഹ മത മാത്സര്യങ്ങളും അഹങ്കാരങ്ങളും കർത്തൃത്വഭാവവും ഭോക്തൃത്വഭാവവും ഇങ്ങനെയുള്ള നെഗറ്റീവ് ടെൻഡൻസീസ് മുഴുവൻ നശിപ്പിച്ച് അതൊക്കെ അവിടുന്ന് പിഴുതെടുത്ത് ചാണം തളിച്ച് ശുദ്ധികലശം ചെയ്ത് നല്ലൊരു പീഠൊക്കെ അവിടെ ഇട്ടുകൊടുത്ത് നല്ലൊരു സോഫാ സെറ്റൊക്കെ ഇട്ടുകൊടുത്ത് ചിത്തത്തിലച്യുത കളിപ്പന്തലിട്ടു വിളയാടിയിടുകൻ മനസ്സി നാരായണായ ജയ എന്ന് പറഞ്ഞ പോലെ നമ്മൾ സ്ഥാനം കൊടുത്തു കഴിഞ്ഞാൽ ഭഗവാൻ തീർച്ചയായിട്ടും അങ്ങോട്ട് വരും, യാതൊരു സംശയമില്ല. ഹരിനാമകീർത്തനം ഓർമ്മയില്ലാണ് ഈ വരി. ചിത്തത്തിൽ അച്യുത കളിപ്പന്തലിട്ട് വിളയാടിയിടുകൻ മനസ്സി നാരായണായ നമ. കളിപ്പന്തൽ ഞാൻ ഇട്ടു തരാം, ഇവിടെ വന്നിരുന്നോളൂ. നമ്മൾ കുറച്ച് കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. 10 സ്റ്റെപ്പ് അദ്ദേഹം ഇങ്ങോട്ട് വയ്ക്കുന്നു, നമുക്കൊരു സ്റ്റെപ്പ് അങ്ങോട്ട് വയ്ക്കാൻ പറ്റില്ല. ഒരടി നമ്മൾ അങ്ങോട്ട് വെച്ചാൽ 10 അടി ഇങ്ങോട്ട് വയ്ക്കും ഭഗവാനെ, 10 ഇരട്ടി തരിക. അത് ചെയ്യാൻ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, അപ്പോഴേക്കും ഫാസ്റ്റ് ഫുഡ് എന്താണ് വെന്ത് കഴിഞ്ഞാൽ അപ്പം തട്ടണം ഉള്ളിലേക്ക്. ആറാനുള്ള സമയമൊന്നുമില്ല. ആ ഫ്ലാഷ് പോയിന്റ് എത്തണ അതാണ് വലിയ സങ്കടം. ആ ഫ്ലാഷ് പോയിന്റ് എത്തുന്നതിൻ്റെ തൊട്ട് മുമ്പേ നമ്മൾ ട്രാക്ക് മാറുക. അതാ വേണ്ടത്. അതല്ലാണ്ട് ഈ വീരസ്യവും അഹങ്കാരമൊക്കെ പറഞ്ഞ് നടക്കുകയാണെങ്കിൽ കുറച്ചു കാലം പ്രതാപശാലിയാവാം, കുറച്ചു കാലമൊക്കെ അങ്ങനെ നടക്കാം. പന പോലെ വളരും എന്ന് പറയാറില്ലേ, വളരും. പക്ഷേ കാലം എന്ന് പറഞ്ഞൊരു പ്രക്രിയ ഉണ്ട്, അത് നിങ്ങളുടെ വീരസ്യത്തിനെയും അഹങ്കാരത്തിനെയും ഒക്കെ നശിപ്പിക്കും. ഗോവിന്ദം മാ കുരു ധനജന യൗവന ഗർവം ഹരതി നിമേഷത് കാലസർവം. മാ കുരു ധനജന യൗവന ഗർവം. മാ കുരു ഗർവം. ഗർവം നടിക്കരുത് എൻ്റെ കുട്ട. മാ കുരു ഗർവം. എന്തിന്? ധനജന യൗവനം. ധനം ഉണ്ടെന്ന് ചോദിച്ചിട്ട്, ജനങ്ങൾ പിന്തുണയുണ്ടെന്ന് ചോദിച്ചിട്ട്, അണികളുണ്ടെന്ന് ചോദിച്ചിട്ട്, യൗവനം ഉണ്ടെന്ന് ചോദിച്ചിട്ട്. യൗവനം, ധനസമ്പത്ത്, പഠിപ്പ്, അവിവേകത ഒന്നുപോലും അനർത്ഥത്തിന് ഒന്നിച്ചാൽ പറയണമോ എന്ന് ചോദിച്ചു. യൗവനം, ധനം, സമ്പത്ത്, പഠിപ്പ്, അവിവേകത, ഇത് 5 ഉണ്ടെന്ന് വിചാരിക്കുക. ഇതിൽ ഒരെണ്ണം മതി നശിക്കാൻ ആള് അമിതമായിട്ടുണ്ടെങ്കിൽ, ഇല്ലേ? യൗവനം, ധനം, ആലോചിച്ച് നോക്കിക്കോളൂ. യൗവനം, ധനസമ്പത്ത്, പഠിപ്പ്, അവിവേകത ഒന്നുപോലും അനർത്ഥത്തിന് ഒന്നിച്ചാൽ പറയണമോ. ഇതെല്ലാം കൂടി ബണ്ടിൽ കെട്ടിയിട്ടാണ് നമ്മുടെ തലയിൽ വെച്ച് നടക്കണം നമ്മളെ. അതുകൊണ്ടാണ് ശങ്കരൻ പറഞ്ഞ മാ കുരു ധന ജന യൗവന ഗർവം. ധനത്തിനോടും ജനങ്ങളുണ്ടെന്നും ധനമുണ്ടെന്നും യൗവനമുണ്ടെന്നുള്ള ഗർവമുണ്ടല്ലോ നിനക്ക്, വീരസ്യം, അഹങ്കാരം, അത് കിട്ടില്ല കുട്ടിയെ. അങ്ങനെ ചെയ്യരുത്. കാരണം ഹരതി നിമേഷത് കാലസർവം. ഹരതി നിമേഷത്, കട്ടുകൊണ്ടുപോകും സമയം. ഹരതി, കണ്ണ് ചെയ്യുമ്പോഴേക്കും അവൻ കൊണ്ടുപോകും. യൗവനം പോകാൻ എത്ര നേരം വേണം പറയും? ധനം പോകാൻ എത്ര നേരം വേണം? അണികൾ പോകാൻ എത്ര നേരം? നമ്മൾ ദിവസേന കാണുന്നതല്ല ഈ അണികൾ മാറണത്. നിസ്സാര കാര്യം മതി അണികൾക്ക് മാറാൻ, നിസ്സാര കാര്യം മതി ധനം പോകാൻ. നമ്മൾ വിചാരിക്കും നമ്മളുടെ കയ്യിൽ ബാങ്ക് ബാലൻസൊക്കെ വളരെ അറ്റണ്ടോ. എന്തറ്റം? ശരിക്കൊരു ജലദോഷം വന്നാൽ ചികിത്സിക്കാനുള്ള പൈസ നമ്മുടെ ആരുടെ അടുത്തും ഇല്ല. ഒരു ജലദോഷം വന്നാൽ മതി തുടങ്ങാൻ. ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഒരു ജലദോഷം വന്നത് മൂക്കൊന്ന് തുമ്പി, ഇത്രയേ ഉള്ളൂ. 35 ലക്ഷം ഇടും പോയി. ഇതെന്താന്നാ പറഞ്ഞേ? അതല്ലേ ഇപ്പം പ്രശ്നം. അതെന്താന്ന് ആർക്കും മനസ്സിലായിട്ടില്ല. പോയോ? എത്ര കേസുകൾ നമ്മൾ കാണുന്നുണ്ട് അങ്ങനെയല്ലേ. മാ കുരു ധനജന യൗവന ഗർവം ഹരതി നിമേഷത് കാലസർവം. അതുകൊണ്ട് ആദ്യമേ ഇതൊക്കെ മുൻകൂട്ടി കണ്ട്
ഇവയൊക്കെ കാര്യങ്ങളോടൊന്നും അഹങ്കാരവും മമകാരവും വീരസ്യൊന്നും ഇല്ലാണ്ടിരിക്കുക. ഭഗവാൻ നിശ്ചയിക്കുന്ന വഴി കൂടെ നടക്കുക. ആൾക്കാരെന്തെങ്കിലും പറഞ്ഞോട്ടെ, കളിയാക്കിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. മാളിക മുകളേറിയ മന്നൻ്റെ തോളിൽ മാറാപ്പുകേറ്റുന്നതും ഭവാൻ അല്ലേ? സ്ഥാനമാനങ്ങളൊക്കെ അലങ്കരിച്ചിരുന്ന ആൾക്കാരെ എത്ര വേഗം ടക്കുന്ന 24 മണിക്കൂറിൻ്റെ ഉള്ളിൽ പുറത്താഴത്തേക്ക് ഇറങ്ങണം, തോളത്ത് മാറാപ്പായിട്ട്. നമ്മൾ ഇത് കൂടുതലും പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് നമുക്ക് എവിടെ നിന്ന് കിട്ടാനാണ് ഈ ലോകത്തുനിന്നല്ലാണ്ട്? എത്ര പുസ്തകം വായിച്ചിട്ട് എന്താ കാര്യം? നമ്മുടെ കണ്ണ് തുറന്ന് നമ്മുടെ കണ്ണിന്ന് കാണാനല്ലേ ഇതൊക്കെ? എത്ര പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് ശങ്കരനും പൂന്താനും ഒക്കെ പറയണോ നോക്കൂ. അപ്പോൾ വീരസ്യം ഹനിക്കുന്നവനാണ് വീരഹ. മൂകം കരോതി വാചാലം. ഏറ്റവും വാചകം അടിക്കുന്നവനാണ് ഒരുത്തൻ, അവനെ മൂകനാക്കും. ആ വാക്കിന്, ആ ശ്ലോകത്തിന് രണ്ടർത്ഥമുണ്ട്. മൂകം കരോതി വാചാലം എന്നുള്ളതിന് വാചാലം ചെയ്യുന്നവനെ മൂകനാക്കുന്നു, മൂകനെ വാചാലനാക്കുന്നു അർത്ഥമുണ്ട് കേട്ടോ. രണ്ടും അർത്ഥമുണ്ട് ധ്യാന ശ്ലോകത്തിലേ. മുഖം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിയും യത് കൃപാ തമഹം വന്ദേ പരമാനന്ദ മാധവം. അപ്പോൾ ഇങ്ങനെ അർത്ഥം എടുക്കുമ്പോൾ വാചാലം കൊണ്ട് നടക്കുന്ന ചില രാക്ഷസന്മാരുണ്ടല്ലോ, ഇപ്പം നോക്കിയാലും വായ തുറന്ന് ഐ ഐ ഐ ഐ എന്ന് പറഞ്ഞിട്ട് എക്സസീവ് ഓഫ് വിറ്റാമിൻ ഐ, അവരൊക്കെ മൂകന്മാരാക്കും. അവർക്കൊരു ദിവസം സംസാരിക്കാൻ പറ്റില്ല. ബ്രെയിനിലൊരു നെർവ് കംപ്ലീറ്റ് ഡൗൺ. എല്ലാം ചെയ്യാം, വാക്ക് നാവുമെന്ന് വരില്ല. പോരെ, കഴിഞ്ഞില്ലേ? ഇതിനധികം നേരമൊന്നും വേണ്ട. അപ്പം ഞാൻ ഈ വ്യാഖ്യാനം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നേരത്തെ ഇപ്പോൾ ഏത് നാമം നമ്മൾ പറയണ? വീരഹ. വീരഹ കഴിഞ്ഞു. അടുത്ത നാമം നിന്നിട്ടില്ല, വേണമെങ്കിൽ ഇങ്ങനെ നിൽക്കാം. അടുത്ത നാമം എന്താ അറിയണം? നിൽക്കാം. നിപ്പ്. എത്ര കാരുണ്യവാനാ ഭഗവാൻ! നമുക്കതൊന്നും വരുത്തി വയ്ക്കണില്ലല്ലോ. പറയേണ്ട വാക്കുകൾ പറയേണ്ട രീതിയിൽ, പറയേണ്ട ആളുകളോട് പറയേണ്ട സമയത്ത് വിചാരിച്ച പോലെ വാക്കുകളൊക്കെ നാവുമെന്ന് വരുന്നു, ആശയങ്ങളൊക്കെ നാക്കിൽ വഴി നാവുമിലേക്ക് വരുന്നു, നാവുമ്പിൽ നിന്ന് അത് പുറത്തേക്ക് അതേപോലെ പോകുന്നു. ഞാൻ വിചാരിച്ച അർത്ഥം തന്നെ നിങ്ങളത് മനസ്സിലാക്കണു. എന്തൊരു ചെയ്യുന്നത്, എന്തൊരു ശൃംഖലയെ നോക്കൂ. എവിടെയെങ്കിലും ഒന്ന് മുറിഞ്ഞാൽ പോരെ? രസിച്ചായിട്ട് മുറിഞ്ഞാൽ പോയില്ലേ കാര്യം? അപ്പോൾ ഭഗവാന്റെ കൃപയല്ലേ ഇതൊക്കെ? എന്നിട്ട് അങ്ങനെയുള്ള ഒരാളോടാണ് നമ്മൾ അംഗം വെട്ടാൻ പോണല്ലേ? നീ ആരടാ, ഞാൻ ആരടാ? ഭഗവാനോ? ഏത് ഭഗവാൻ? വിച്ച് ഗോഡ്? വൈ ഗോഡ്? വേർ ഗോഡ്? അധിക പ്രസംഗം നല്ലത് എന്താ പറയുക? അപ്പോൾ മനസ്സിലാക്കേണ്ടത്, എല്ലാ വീരസ്യന്മാരെയും ഹനിക്കുന്നവനാണ് വീരഹ. എല്ലാ ഗർവവും നശിപ്പിക്കുന്നവൻ, സകല ഗർവവും നശിപ്പിക്കുന്നവൻ, അതിന് ശക്തിയുള്ളവനാ. അത് നമ്മളത് അനുവാദം കൊടുത്താലും കൊടുത്തില്ലെങ്കിൽ അദ്ദേഹം നശിപ്പിക്കും. പക്ഷെ അനുവാദം കൊടുത്താൽ നശിപ്പിക്കൽ കുറച്ച് വേഗമാവും. അനുവാദം കൊടുത്തില്ലെങ്കിൽ അങ്ങൊരു വേറൊരു വഴി തേടി വരേണ്ട, അപ്പുറത്ത് കൂടെ വന്ന് കഴുത്ത് പിടിക്കേണ്ടി വരും. അപ്പോൾ കുറച്ച് സമയമെടുക്കും. ആർക്കാ നഷ്ടം? നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ നമുക്ക് വേഗം, അത്രയേ ഉള്ളൂ. നമ്മുടെ ട്രെയിൻ മിസ്സാവും, വേറൊരു ട്രെയിനിൽ കൂടെ വരേണ്ടി വരും കയറിയിട്ട്. നേരിട്ട് വഴിക്ക് ഭഗവാൻ അവനെ പിടിച്ച് കശാപ്പാക്കാമെന്ന് വിചാരിച്ച് നമ്മളോട് പറഞ്ഞാൽ നമ്മളതിന് കൂട്ടാക്കിയില്ല എന്നുണ്ടെങ്കിൽ, നമ്മളവൻ്റെ കൂടെ നിന്നിട്ട് ദുർമാർഗ്ഗ വഴി കൂടെ പോകണമെന്നുണ്ടെങ്കിൽ ഭഗവാൻ വിടും, അപ്പോൾ വിടും. പക്ഷെ അപ്പുറത്ത് വേറെ കെണി വെച്ചിട്ടുണ്ടാവും, വേറൊരു വഴി കൂടെ വന്നിട്ട് അവൻ്റെ കഴുത്ത് പിടിക്കും. അപ്പോൾ സമ്മതിച്ചേ പറ്റൂ. അപ്പോൾ ആർക്കാ നഷ്ടം? നമുക്ക് തന്നെ നഷ്ടം. അത്രയും കൊല്ലം പോയി. അത് ചിലപ്പോൾ 10 കൊല്ലം കഴിഞ്ഞിട്ടാവാം, 20 കൊല്ലം കഴിഞ്ഞിട്ടാവാം. ഈ അഹങ്കാരിയായിട്ട് ഇങ്ങനെ ഇപ്പം തന്നെ അഹങ്കാരം എല്ലാം നശിപ്പിച്ചിട്ട് നല്ല കുട്ടിയായിട്ട് അടുത്ത ജന്മം കഴിക്കാം, അടുത്ത ജന്മം വരെ നമുക്ക് ജീവിതം കഴിക്കാം, ഇതോടുകൂടി നമുക്ക് കൃഷ്ണരാമ ഗോവിന്ദയായിട്ട് ആ സ്ഥിതിയിലേക്ക് കയറാം എന്ന ഒരു സാധ്യതയുള്ള ഒരു ജീവൻ അത് കൂട്ടാക്കാണ്ട് ഭഗവാനെ എതിർക്കാൻ പോയിട്ട് വീരസ്യൊക്കെ കയ്യിൽ കാണിച്ച് ഭഗവാന്റെ സഹായം എനിക്ക് വേണ്ട, എനിക്കാണുള്ളതൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ട് ഐ എം എ സെൽഫ് മെയ്ഡ് മാൻ എന്നൊക്കെ പറയാറില്ലേ ആൾക്കാർ. സെൽഫ് മെയ്ഡാണ്, എസ് ക്യാപിറ്റലെന്ന് മാത്രമേ ഉള്ളൂ. സെൽഫ് മെയ്ഡ് അല്ലാണ്ട് സെൽഫ് മെയ്ഡല്ല, സെൽഫ് മെയ്ഡ്. എല്ലാ ആൾക്കാരും സെൽഫ് മെയ്ഡ് തന്നെയാണ്. ആ സെൽഫ് ഇല്ലെങ്കിൽ ആരുമില്ല. എല്ലാവരും സെൽഫ് മെയ്ഡ് തന്നെയാണ്. സെൽഫ് വെച്ച് ചെറിയ എസ് അല്ല, വലിയ എസ്.
ദ സെൽഫ്, ദ സുപ്രീം റിയാലിറ്റി, ആ സെൽഫ്. അല്ലാണ്ട് ഈ സെൽഫിഷിലെ സെൽഫല്ല. ചെറിയ സെൽഫിഷാണ്, അത് നാറും, മീൻ കച്ചവടം അത് സെൽഫിഷ്. മറ്റത് സെൽഫിഷ്. സെൽഫ് എന്നുള്ളതിൻ്റെ അഡ്ജക്റ്റീവ്. എൻ്റെ, ദാറ്റ് വിച്ച് ബിലോങ്സ് ടു ദ സെൽഫ്, സെൽഫ് മെയ്ഡ് മാൻ പറയുന്നത് ശരിയാ, പക്ഷെ ആശയം തെറ്റിപ്പോയി. അങ്ങനെ സെൽഫ് മെയ്ഡ് മാനാണ് ഭഗവാന്റെ സഹായം എന്നൊക്കെ വേണ്ടെന്ന് വെച്ച് പോയി കഴിഞ്ഞാൽ അതിങ്ങനെ പൊക്കോ, 10-20 കൊല്ലം, 30 കൊല്ലം, 40 കൊല്ലം, അല്ലെങ്കിൽ ഒരു ജന്മം, ഇതൊക്കെ കഴിഞ്ഞിട്ടാവും പിന്നെ വന്ന് കഴുത്ത് പിടിക്കുക. തന്നെ ഞാൻ അവിടുന്ന് വിട്ടപ്പോൾ കണക്കാക്കിയിട്ട് തന്നെ അപ്പുറത്തുനിന്ന് പിടിച്ചോളാം എന്ന്. ഇപ്പോഴേ കിട്ടിയല്ലോ, ഒരു 100 കൊല്ലം കഴിഞ്ഞിട്ടുണ്ടാവും, ഒരു 2 ജന്മം എടുത്തിട്ടുണ്ടാവും. ആർക്കാ നഷ്ടം? മനസ്സിലായില്ലേ? അപ്പം അതാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഒരു നാമം കൂടി എടുക്കാം അല്ലേ? മാധവ. മാധവ, മാധവോ മധുസൂദന എന്നുള്ളൊരു നാമം നമ്മൾ പഠിച്ചിട്ടില്ലേ? 367-ാമത്തെയാണ് മാധവ. അപ്പോൾ മാധവോ മധുസൂദന എന്നുള്ള മാധവൻ്റെ അവിടെ മാധവ എന്ന നാമത്തിന് നമ്മൾ പറഞ്ഞത് മഹാലക്ഷ്മിയുടെ പതി എന്നർത്ഥം കണ്ടു. അവിടെ ഇവിടെ മാ എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് ആ ശബ്ദത്തിന് വിദ്യ എന്നുള്ള അർത്ഥമുണ്ട്. മാ എന്ന് വെച്ചാൽ വിദ്യ എന്നുള്ള അർത്ഥമുണ്ട് സംസ്കൃതത്തിൽ. മാ എന്നുള്ള അക്ഷരത്തിന്, ശബ്ദത്തിന് വിദ്യ എന്നുള്ള അർത്ഥമുണ്ട്. ധവ എന്ന ശബ്ദത്തിന് സ്വാമി എന്ന അർത്ഥമുണ്ട്. അപ്പോൾ വിദ്യയുടെ സ്വാമി എന്നർത്ഥം. വിദ്യകളിൽ വെച്ച് ഏറ്റവും ഉയർന്ന വിദ്യ എന്താ? പരാവിദ്യ, ബ്രഹ്മവിദ്യയാണ് ഏറ്റവും വലിയ വിദ്യ. അപ്പോൾ ഭഗവാൻ എല്ലാ വിദ്യകളിലും, ഭഗവാൻ എല്ലാ വിദ്യകളുടെയും ഉൽപ്പത്തി സ്ഥാനമാണ്. അപ്പോൾ വിദ്യയുടെ സ്വാമി എന്നർത്ഥം. എല്ലാ വിദ്യകളുടെയും സ്വാമി ഭഗവാൻ, ഉൽപ്പത്തി സ്ഥാനമാണ്. അവിടെ നിന്നാണ് എല്ലാം പുറപ്പെട്ടു വരുന്നത്. ഉറവിടാണ്, ഈ നദിയുടെ ഉറവിടാണത്. ജ്ഞാനനദിയുടെ ഉറവിടമാണ്, വിദ്യയുടെ ഉറവിടമാണത്. അതുകൊണ്ട് മാധവ എന്ന് പറയാൻ കാരണം. മാ വിദ്യാ ച ഹരേ പ്രാണ തസ്യ ഈശോയതോ ഭവാൻ തസ്മാത് മാധവനാമാസി ധവസ്വസ്മിതി ശബ്ദിത. ഹരിവംശത്തിൽ ക്ലിയറായിട്ട് പറയുന്നുണ്ട്. മാ ഹരിവിദ്യയാണ്, വിദ്യയാണ് മാ എന്ന് വെച്ചാൽ. അതിൻ്റെ സ്വാമിയാണ് ഭഗവാൻ. അതുകൊണ്ട് മാധവൻ എന്ന പേര് ഉണ്ടായി എന്നാണ് വ്യാസനവിടെ വ്യാഖ്യാനം കൊടുക്കുന്നത്. മാധവ എന്ന് വെച്ചെങ്കിൽ ലക്ഷ്മീപതി എന്നുള്ള അർത്ഥം. ഇവിടേക്ക് വരുമ്പോൾ നമ്മൾ വിദ്യയുടെ അധിപൻ, എല്ലാ വിദ്യകളുടെയും അധിപൻ. നമ്മൾ പറഞ്ഞില്ലേ, ഒരു വിദ്യ അറിഞ്ഞാൽ എല്ലാ വിദ്യ അറിയാമെന്ന്. അപ്പം എല്ലാ വിദ്യകളും ആ വിദ്യയിലുണ്ട്. അപ്പം ആ വിദ്യ, എല്ലാ വിദ്യകളുടെയും അടിസ്ഥാനവും ഉറവിടവുമായിട്ടുള്ള ബ്രഹ്മവിദ്യ, അതിൻ്റെ അധിപനാണ് ഭഗവാൻ മഹാവിഷ്ണു. അവിടെ നിന്നാണ് ഇതെല്ലാം പുറപ്പെടുന്നത്. സോഴ്സ് ഓഫ് ഓൾ നോളജ് എല്ലാം അവിടെ നിന്നാണ് വരുന്നത്. അതുകൊണ്ട് മാ വിദ്യാ ച ഹരേ പ്രാണോ തസ്യ ഈശോയതോ ഭവാൻ തസ്മാത് മാധവ നാമാസി ധവ സ്വം ഇതി ശബ്ദിത. മാധവ എന്നുള്ള ശബ്ദത്തിന് അങ്ങനെ വന്നു. അപ്പോൾ മാധവ എന്നുള്ള നാമം ഇന്ന് കഴിഞ്ഞു. അടുത്ത നാമം നമുക്ക് നാളെ മതി. 38 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ ഇനി മറ്റേ നാമം എടുത്തു കഴിഞ്ഞാൽ തീരില്ല. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം നാളെ നമുക്ക് നോക്കാം. അതുവരെ ഹരി ഓം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. കൃഷ്ണ ഗുരുവായൂരപ്പ ഭഗവാനെ രക്ഷിക്കണേ.